മൂട്. ഈ കാണുന്നത് ഒരു ഭൂമിയാണ്. ഇതിപ്പോ ഇത് ഉരുണ്ടതാണോ അത് പരന്നതാണോ അത്? അല്ല, പരന്നതാണെന്നായിരുന്നല്ലോ നമ്മളെ പണ്ട് പഠിപ്പിച്ചോണ്ടിരുന്നത്. ഇപ്പൊ പറയുന്നത് ഇത് മുഴുവൻ അണ്ഡാകൃതിയിൽ ഇരിക്കുന്നതാണല്ലോ ഇത്. എന്തോന്നാ നിങ്ങളുടെ പാർട്ടി ക്ലാസ്സിൽ എന്തോന്ന് പറയുന്നത്? പണ്ട് പഠിച്ചതല്ലെന്ന് ഇപ്പൊ പഠിക്കുന്നത്. എന്താ? ഭൂമിയാണിത്. ഭൂമിക്ക് ഇപ്പൊ എന്ത് പ്രശ്നം? പണ്ടത്തതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തത്. ഭൂമിക്ക് ഇപ്പൊ എന്ത് പ്രശ്നം? പണ്ടത്തെ സിലബസ് ഒന്നും അല്ലല്ലോ ഇപ്പോഴത്തെ സിലബസ്. കാലം മാറ്റാലോ. ഇപ്പൊ ഭൂമിക്ക് എന്ത് പറ്റി? അല്ല, അത് ചിറ്റപ്പം പറയുകയാണ്. അതായത് EP ചിറ്റപ്പം പറയുകയാണ്, നമ്മൾ ഉരുണ്ടതെന്ന് പഠിച്ചു, പിന്നെ ഇത് പരന്നതെന്ന് പഠിച്ചു. ഇപ്പൊ പഠിക്കുന്നല്ലോ ഇത് മറ്റേ അണ്ഡാകൃതിയിലാണെന്നത്. ഭൂമി അണ്ഡാകൃതിയിലാണ്. അതുകൊണ്ടല്ലേ നമ്മള് വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ തന്നെ വരണത് അണ്ഡാകൃതിയില്. അതിനിപ്പോ ഇത്ര സംശയം എന്ത്? അതെ, നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് വീട്ടിൽ തന്നെ വരൂലേ? അത് അണ്ഡാകൃതിയിലായതുകൊണ്ടാണ്. പരന്നതൊക്കെ ചുമ്മാ പറയണത്. കാലം മാറുന്നതിനനുസരിച്ച് ഓരോ മാറണം. പിന്നെ ഭൂമിക്ക് പണ്ട് ഉരുണ്ടിരിക്കാം, പിന്നെ പരന്നിരിക്കാം, ഇപ്പൊ പിന്നെ അണ്ഡാകൃതിയിലിരിക്കാം. പിന്നെ അങ്ങക്ക് ഞങ്ങളുടെ നിലപാട് മാറ്റുന്നതിനാണ് ഇത്ര വലിയ വിഷമം. നിലപാട് മാറ്റുന്ന കാര്യമില്ല. നമ്മൾ അറിവില്ലാത്ത കാലത്ത് നമ്മൾ പലതും പഠിച്ചു വെക്കും. അറിവ് വരുമ്പോഴേക്കും ആ പഠിച്ചു വെച്ചതൊക്കെ മാറിപ്പോകും. വെളിച്ചം, നമ്മൾ ഇരുട്ടത്തിരിക്കുമ്പോ വെളിച്ചം വരുമ്പോ അവിടെ ഒരു പ്രകാശം വരില്ലേ? അതാണ്. ഇരുട്ടത്തിരിക്കുമ്പോ വെളിച്ചം വരുമ്പോ അതൊരു പ്രകാശം വരത്തില്ലയോ? അതെ അതെ. സ്വകാര്യ സർവകലാശാലകളിലോട്ടാണ് ഉരുണ്ട് വരണേന്ന് മനസ്സിലായി. അത് തന്നെ. സ്വകാര്യ സർവകലാശാല ഇപ്പോൾ കൊണ്ടുവരുന്നതിന് നിങ്ങൾ ഉരുണ്ട് ഇത് എങ്ങോട്ട് വരുന്നടേ? ഇത് ഭൂമിയിൽ കിടന്ന് ഉരുണ്ട് പെരളുകയാണല്ലോ. കേട്ടോ, ഞങ്ങൾക്ക് ഇത് നടപ്പിലാക്കാൻ മണ്ണ് പറ്റിയാ തുടച്ചു കളയണം കേട്ടോ. തുടച്ചു കളയാൻ ഞങ്ങൾക്ക് അറിയാം. ഈ മലർന്ന് കിടന്ന് തുപ്പുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരിപ്പോ മലർന്ന് കിടന്ന് തുപ്പി? നിങ്ങളുടെ നേതാക്കന്മാര്. ആര്? എന്ത്? എന്നിട്ട് ഇവരുടെ മൂഞ്ചിയിൽ തന്നെ വന്നങ്ങ് വീഴുക. ഒരു കുഴപ്പം. ഓരോരുത്തരെ ആയിട്ട് ന്യായീകരണത്തിന് ഇറക്കി വിട്ടോണ്ടിരിക്കുകയാണ് ഡബിൾ ബാരല്ലോ. പക്ഷെ പിന്നെ ഞങ്ങളുടെ രംഗത്തേക്ക് വന്നിട്ടില്ല. ഞങ്ങളുടെ നേതാക്കൾ നിലപാട് പറയണ്ടേ? അതിന് ന്യായീകരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു നിലപാട് പറഞ്ഞാൽ അത് ന്യായീകരണം. അതിനാണോ നിങ്ങളുടെ ചിറ്റപ്പൻ അങ്ങ് ഉരുണ്ട ഭൂമി പരന്ന ഭൂമി മറ്റേ കമ്പയർ ചെയ്യാൻ കൊണ്ടുവന്ന സാധനമാണോ അത്? അത് പിന്നെ പണ്ട് ഭൂമി ഉരുണ്ടതായിരുന്നെന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്, പിന്നെ പരന്നതാണെന്ന് പഠിച്ചു. ഇപ്പൊ നമ്മൾ അണ്ഡാകൃതിയിലാണെന്ന് പഠിക്കുന്നു. അതുപോലെ പണ്ടിവർ കൂത്തുപറമ്പിൽ വെടിവെപ്പ് നടത്തി, വെടികൊണ്ട് 5-6 ചത്തു. അതിനെന്താണ്? ഇന്നിപ്പോൾ കാലം മാറിയില്ലേ? എന്തൊക്കെ വെടിക്ക് ഇവിടെ പ്രസക്തിയില്ല. 5 വെടിയല്ലേ? ആ 5 വെടി ഞങ്ങളങ്ങ് മറക്കും. പാർട്ടി നേരത്തെ നിലപാട് ഇന്നത്തെ നിലപാട് ഞങ്ങളുടെ നെഞ്ചത്താണ് കൊണ്ടതെങ്കിലും ഞങ്ങൾ അതങ്ങ് മറക്കും. പാർട്ടിയുടെ നിലപാടി മാറ്റമില്ല. അതുകൊണ്ട് സ്വകാര്യ സർവകലാശാല ഞങ്ങൾ ഉണ്ടയില്ല വെടിയാക്കി വെക്കാൻ തീരുമാനിച്ചിരിക്കും. ആരെന്ത് പറഞ്ഞാലും സർവകലാശാല ഇവിടെ പ്രാബല്യത്തിൽ വരും. അതിപ്പോ ആരെന്ത് ചാടിയാലും എന്ത് ന്യായീകരണം ഞങ്ങൾ മെഴുകുന്നു നടപ്പിലാക്കും. ചിറ്റപ്പൻ ഭയങ്കര താത്വികമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. പിന്നെ നല്ല കോമഡി ആവുന്നുണ്ട് കേട്ടോ. മൂപ്പര് എന്ത് താത്വികമായിട്ട് സംസാരിച്ചാലും എന്ത് കോമഡിയിലിരിക്കുന്നത്? അതിന്റെ പുള്ളി സത്യല്ലേ പറഞ്ഞത്? പണ്ട് പരന്നതാണെന്ന്, പിന്നെ ഉണ്ടയാണെന്ന്, ഇപ്പൊ അണ്ഡാകൃതി ഏതാണ്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ സ്വകാര്യ സർവകലാശാല ഇവിടെ നടപ്പിലാക്കും. പിന്നെ അല്ല, ചിറ്റപ്പന്റെ പരിപ്പോടൻ ചായ എന്തായി ബുക്ക് എപ്പോഴത്തേക്ക് റിലീസ് ആക്കാനാ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമോ അതോ വോട്ടെടുപ്പിന്റെ അന്നാണോ? ആരുടെ നെഞ്ചത്തോട്ടിട്ട് വെട്ടാനാണ് പ്ലാൻ? ഞങ്ങൾ സമയമാകുമ്പോ ഇറക്കിക്കോളാം. നിങ്ങൾ ആരെയും ഇതാക്കണ്ട, വായിക്കാനുള്ളത് വായിച്ചോളൂ. നിങ്ങളുടെ ചിറ്റപ്പനും മറ്റേ ഗോവിന്ദനും തമ്മിലുള്ള ജഗട എന്തായി? അവര് ഒരു കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ തെറ്റും എന്ന് പറഞ്ഞ് കാത്തിരുന്നവർക്ക് നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഒരു തെറ്റിലും ഉണ്ടാകില്ല. ഞങ്ങൾ ഒന്നിച്ചു പോകും. പക്ഷെ കാണാനില്ലല്ലോ പാർട്ടി സമ്മേളനങ്ങളിലൊന്നും ചിറ്റപ്പനെ കാണാനില്ല. അത് പ്രായാധിക്യം, പിണറായിയേക്കാൾ വലിയ പ്രായാധിക്യമാണോ EP ചിറ്റപ്പന്? ഇല്ല, അത് പിന്നെ എനിക്കറിഞ്ഞൂടാ. അതൊക്കെ അവരുടെ വ്യക്തിപരമായി എങ്ങനെ അറിയാനാണ്? മൊത്തത്തിൽ മറ്റേ MP ഗോവിന്ദരംഗ് തേച്ചൊട്ടിക്കാൻ നിൽക്കുകയാണല്ലോ ഇവരുടെ ചിറ്റപ്പനെ. ചിറ്റപ്പനെ എങ്ങനെ കാണാനാണ്? ചിറ്റപ്പൻ നല്ല കലിപ്പിലാണ്. അതുപോട്ടെ, ആർഷം എഴുതുന്നുണ്ടായിരുന്നല്ലോ. ആർഷേട്ടൻ എന്തൊക്കെയോ പറഞ്ഞു. ആർഷേട്ടൻ മറ്റേ എന്തോ പറഞ്ഞു, കോട്ടയം. അതെ 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 നടപടി കോളേജിലെ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെന്നല്ല, ആ ക്രിമിനലുകൾ ഒരു കുട്ടിയെ അതിക്രൂരമായി റാഗ് ചെയ്തതിന്റെ വിഷയത്തിൽ ഇവരുടെ ആർഷോ ചേട്ടൻ പ്രതികരിച്ചിട്ടുണ്ട്. 40 ക്രിമിനൽ കേസിൽ പ്രതിയായ ഇവരുടെ ആർഷോ ചേട്ടനാണ് ഉപദേശിക്കാൻ ചെന്നിരിക്കുന്നത്. നാട്ടുകാർ പറഞ്ഞു, ഉപദേശിക്കലും മോനെ മറ്റേ ഊഞ്ഞാലാട്ടിക്കലും കൊണ്ട് നീ വരല്ലേ എന്ന്. ഉപദേശിക്കാനെങ്കിലും കൊള്ളാവുന്ന ഒരുത്തനെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ?
ഈ കോട്ടയത്ത് എന്താ സംഭവിച്ചത്? അത് ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. അത് ചേട്ടൻ ആരാണ് നിയമ നടപടി സർക്കാർ അത് ചേട്ടൻ പറഞ്ഞു ഇത്ര തെറ്റെന്ന് തോന്നുന്നു. ചേട്ടന്റെ പേര് കേസെന്ന് പറഞ്ഞു. ചേട്ടൻ അത് പറഞ്ഞൂടെ? ഇങ്ങനെ നമ്മൾ പ്രതികരിച്ചാൽ മറ്റുള്ളവർ ചെയ്യാതിരിക്കുള്ളൂ. വീട്ടിൽ കയറി ഒരുത്തനെ തല്ലിയ കേസിൽ ഉൾപ്പെടെ പ്രതിയായ ഇവരുടെ ആർഷമാണ്. അതായത് കൊലപാതക ശ്രമ കേസിൽ ഉൾപ്പെടെ പ്രതിയായ ഇവരുടെ ചകാവാണ് പറഞ്ഞിരിക്കുന്നത്. കോട്ടയത്തെ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. പ്രതികളെ സംരക്ഷിക്കാൻ ഒരു തരത്തിലും ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. ഇല്ല. അല്ല, ആരാണ് ഈ പ്രതികളായിട്ടുള്ളവർക്ക് നിങ്ങളുടെ SFIയുമായിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നാണല്ലോ പുറത്തേക്ക് വരുന്നത്? ഒരു ബന്ധമില്ല. അതല്ല സ്വാഭാവികമാണല്ലോ. എന്റെ ഒരു ഓഡിയോ പുറത്തു വന്നായിരുന്നു. ആ വീഡിയോ പുറത്ത് ആയില്ലായിരുന്നുവെങ്കിൽ, അതായത് ആ കുട്ടിയെ റാഗ് ചെയ്യുന്നതിന്റെ വീഡിയോ, മറ്റേ ദേഹത്ത് മുറിവൊക്കെ ഏൽപ്പിക്കുന്നതിന്റെ ആ വീഡിയോ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ സംഘടനയുടെ സ്വാധീനം ഉപയോഗിച്ച് നിങ്ങളെയൊക്കെ രക്ഷിക്കാമായിരുന്നു എന്നുള്ള ഒരു ഓഡിയോ പുറത്തു പോയിട്ടുണ്ട്. ആര് പറഞ്ഞത്? അവരെ ശിക്ഷിക്കണം, അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവനെ അതെ ഏവനായാലും പാർട്ടിക്കുള്ളിൽ കരട് വേണ്ട. മറ്റേ സിദ്ധാർത്ഥൻ വിഷയം നടന്നില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ് കോട്ടയത്ത് നടന്നത്. ആ ചെറുക്കന്മാരുടെ ആ പിള്ളേരുടെ ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടതാണ്. അതായത് 3-4 മാസമായിട്ട് ക്രൂര പീഡനത്തിനാണ് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ക്യാമ്പയിൻ സംഘടിപ്പിച്ച് ചില കുളം കലക്കികൾ നടത്തുന്ന പ്രചാരണത്തെ തള്ളിക്കളയണം. ഇത് എവിടെ എഴുതി കൊണ്ടുവന്ന? പാർട്ടി ഓഫീസിൽ തന്നു. അല്ല, ചേട്ടൻ പറഞ്ഞതാ, ആർഷ ചേട്ടൻ പറഞ്ഞതാ. പിന്നെ ഈ KPCC ആർഷ ചേട്ടൻ മൈക്ക് കിട്ടിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ സംഘടനയുമായി അവർക്ക് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല. ഓഡിയോ പുറത്തു പോയതിന്റെ വിശദാംശങ്ങൾ നിങ്ങൾ നൽകൂ. ആ ഓഡിയോ ഇങ്ങനെ പുറത്തു പോയി. അത് എന്നിട്ട് മറ്റേ എന്താണ് നിങ്ങൾ KSUവിനെ നിങ്ങളുടെ ആർഷ എന്താണ് പറഞ്ഞത്? എന്തോ കൊതുകടി മാധ്യമങ്ങൾ കൊത്തും കോമയും ചേർത്ത് കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. കൊതുകിന്റെയും മുട്ടയുടെയും സ്വഭാവം. എവിടെ പോയാലും ചോര വേണം. കൊതുകിന്റെ മൂട്ടിൽ എന്തോ ചോര തന്നെ അകിടി ലക്ഷ്യം. അതന്നെ അത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും അപ്പൊ അതന്നെ ഞങ്ങളുടെ രക്തം കുടിക്കണം. എല്ലാവർക്കും ഞങ്ങളുടെ രക്തം കുടിക്കണം. അവിടെ എയ്ഡ്സ് വരാനോ? അതെ, ഞാൻ ആവശ്യം പറയരുത് കേട്ടല്ലോ. എയ്ഡ്സ് വരാൻ വേണ്ടിട്ടോ? കഞ്ചാവ് അടിച്ച് ഗിറിങ്ങി നടക്കുന്ന നിങ്ങളുടെ രക്തം കുടിച്ചിട്ട് എന്ത് കിട്ടാനാടോ? പൂക്കോട് വിഷയത്തിൽ നിങ്ങൾ ഞങ്ങൾ അപമാനിക്കുന്നുണ്ടല്ലോ. പൂക്കോട് വിഷയത്തിൽ പ്രതികളാക്കപ്പെട്ടവരാരാ? ഞങ്ങൾ അവരെ പുറത്താക്കിയില്ലേ? ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചില്ലേ? അതിനപ്പുറം ഞങ്ങൾ എന്ത് ചെയ്യണം? സംരക്ഷിച്ചോ? VC അവർക്കെതിരെ നടപടി എടുത്തിട്ടും അവരെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുവന്നത് ആരായിരുന്നു? അവസാനം ഗവർണർ ഇടപെട്ടിട്ടല്ലേ അവന്മാരെ വീണ്ടും പുറത്താക്കിച്ചത്? പുറത്താക്കിയോ? ഗവർണർ ഇടപെട്ടത് കൊണ്ട് പുറത്താക്കിയോ? അതാണ് അലക്ക് വെച്ചെന്നാണ്ടല്ലോ ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന കേസില് VC സസ്പെൻഡ് ചെയ്ത കുറെ ക്രിമിനൽസിനെ തിരിച്ച് എടുത്തേക്കുന്നു. അവന്മാർക്ക് പരീക്ഷ എഴുതിക്കാൻ. അവന്മാര് പരീക്ഷ എഴുതിയില്ലേ അവന്മാരുടെ ഭാവി പോകുമെന്ന്. അവസാനം ഈ വിഷയം പുറത്തു വന്നപ്പോഴത്തേക്ക് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും ഗവർണറെ നേരിട്ട് പോയി കണ്ടപ്പോഴാണ് ഗവർണർ നടപടിയെടുത്തത്. എന്തായാലും ഞങ്ങൾ നടപടി സ്വീകരിച്ചല്ലോ. നിങ്ങൾ പുറത്താക്കുന്നത് നിങ്ങൾ പുറത്താക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കൂലായിരുന്നു. അതിന് ഞങ്ങൾ വരുത്തിയില്ലല്ലോ. അല്ലെ, ഇപ്പൊ ഭൂമി ഇതിപ്പോ ഉരുണ്ടിട്ടാണോ ഉണ്ടാകുന്നത്? ഭൂമി ഇപ്പൊ സ്ക്വയറിലാണ് ഇരിക്കുന്നത്. മതിയാ, സ്ക്വയറിലാണ് ഭൂമി ഇരിക്കുന്നത്. നിങ്ങൾ പറയുന്ന ആണല്ലോ ഭൂമി ഇരിക്കുന്നത്. അത് ഞങ്ങൾ പറയുന്നത്. അത് സൂര്യനോട് ചോദിച്ചാ പോരെ ഭൂമി എങ്ങനെ ഇരിക്കുന്നേന്ന്? സൂര്യന് പനി വരും. എങ്ങനെ പനി വരാതിരിക്കും? ഇമാതിരി കാര്യങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിവസവും ആഭ്യന്തരമന്ത്രിക്ക് തെറിവിളിയ. ഞങ്ങളെ നേതാക്കന്മാർക്ക് ഒന്നും ഇവിടെ പറയാൻ പറ്റില്ല. ഉടനെ എടുത്ത് കളിയാക്കല്, ട്രോള്, അത് ഇത്. അവരെന്തെങ്കിലും താത്വികമായിട്ട് പറഞ്ഞ ഒരു താത്വികമായ അവലോകനമാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പറഞ്ഞു എല്ലാരും കൂടി ഇത് കോമഡി ആക്കുന്നു. എന്ത് കഷ്ടമാണ്. നിങ്ങൾ തന്നെ ഞങ്ങളെ കളിയാക്കി. സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുന്നതിനെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴായിരുന്നു ഇവരുടെ ചിറ്റപ്പൻ ഭൂമി പണ്ട് ഉരുണ്ടിട്ടായിരുന്നില്ലേ, പിന്നെ നമ്മൾ പഠിച്ചു അത് പരന്നതാണെന്ന്. ഇപ്പൊ പഠിപ്പിക്കുന്നു അത് അണ്ഡാകൃതിയിലാണ്. അതുപോലെയാണല്ലോ പണ്ട് ഒരു വെടിവെപ്പൊക്കെ നടന്നു, 5 പേര് മരിച്ചു എന്ന് വെച്ച് കാലാകാലങ്ങൾ നമുക്ക് അത് ഓർത്തോണ്ടിരിക്കാൻ കഴിയുമോ? ഞങ്ങളുടെ SFI കുറ്റവാളികളായിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പോഴാണ് എനിക്ക് പോയിന്റ് കിട്ടിയത്. അപ്പൊ കോട്ടയം ബന്ധമായിട്ട് സംഭവമില്ലേ? ഞങ്ങളുടെ SFIക്ക് ഒരു ബന്ധമില്ല. അയ്യോ, പറയാൻ പറ്റുന്നതൊക്കെ പോയി പറഞ്ഞിട്ട് വരാം. അപ്പൊ പ്രസ്തുത സംഘടന SFIയുടെ ഭാഗമല്ല. സംഘടനയ്ക്ക് കോളേജിൽ യൂണിറ്റ് ഇല്ല. കുറ്റവാളികളെ SFI ആക്കി മാറ്റാൻ ശ്രമം നടക്കുന്നുണ്ട്. അപരാധമാണിത്. നിർത്തിക്കോ.
അത് പിന്നെ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ പടച്ചുവിട്ട ഓഡിയോ. അതെ അതെ അതെ, ഞങ്ങൾക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല. ഈ ക്രിമിനലുകൾ, കൊടും ക്രിമിനലുകൾ, ഇവർക്ക് എങ്ങനെ ഞങ്ങൾ കണ്ണാടി പോയി നോക്കി അങ്ങ് പറയാനവിടെ കൊടും ക്രിമിനലുകൾ? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ എല്ലാവരും കൊടും ക്രിമിനൽ, നിങ്ങൾ എന്തിനു ഞങ്ങളെ ചാപ്പ് കുത്തുന്നു? അതിന്റെ ആവശ്യം എന്താണ്? ഞങ്ങൾ നാളത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ്. അല്ല, ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക്, വിദ്യാർത്ഥികൾക്ക് വേണ്ടി. പണ്ട് ഇതുകൂട്ട് മറ്റേ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിച്ച വിജിൻ MLA ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാ. എന്താ ഓൻ പണ്ട് പറഞ്ഞ എന്തായിരുന്നു? മറ്റേ സർവകലാശാലയുടെ വിഷയത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല കൊള്ളക്കാർക്ക് തീരെഴുതി കൊടുക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു. ഞങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടിയെ ഇവിടെ വിദേശ സർവകലാശാലകളെ കൊണ്ടുവരാൻ മുഖ്യമന്ത്രിക്ക് കഴിയുകയും ഞങ്ങൾ പറ്റിച്ചേ. എന്നിട്ട് എന്താ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കൊള്ളക്കാരനാണെന്ന് നിങ്ങളുടെ വിജിൻ സഖാവ് പറയുവോടോ? അത് പിന്നെ അവിടെ സെക്രട്ടേറിയറ്റിൽ ഒരു സമരം നടത്തുവോടോ? അണ്ണൻ പറഞ്ഞ ഡയലോഗ് ഉണ്ടായിരുന്നു, പഞ്ച് ഡയലോഗ്. ഞങ്ങളെ സമരം നടത്തുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ പിള്ളേർക്ക് വേണ്ടിയാണ്. അതെ. എന്നിട്ട് എന്താ ഇപ്പൊ പാവപ്പെട്ടവന്റെ പിള്ളേർക്ക് വേണ്ടി സമരം ഉണ്ടാക്കേണ്ടത്? പിന്നെ അവർക്ക് കുറെ ആശങ്കകളുണ്ട്, അവർക്ക് കുറെ തെറ്റിദ്ധാരണകളുണ്ട്. നമ്മള് വിദ്യാർത്ഥി സംഘടനകളുമായി സംസാരിച്ച് അവരുടെ ആശങ്ക പരിഹരിച്ച് മാത്രമേ മുന്നോട്ട് പോകുള്ളൂ ഈ വിഷയത്തിൽ. നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് എല്ലാം ക്ലിയർ ആക്കി മുന്നോട്ട് പോകാം. പക്ഷെ അത് വേണം. എത്ര കിട്ടി? പണ്ട് നിങ്ങൾ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, വിദേശ സർവകലാശാലകളെ കേരളത്തിലെ സർവകലാശാലകളെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിൽ ഉമ്മൻചാണ്ടിക്ക് എത്ര കിട്ടി? പിണറായിക്ക് എത്ര കിട്ടിയുണ്ടോ? അത് പിണറായി ചോദിക്കാൻ എന്റെ ചോദിക്കുന്നത്. അതിന്റെ കുറെ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് വല്ല ദണ്ണുണ്ടോ? ഞാൻ അൽക്കൊച്ചനാണ്ടല്ലോ എന്ന് കൊണോണ അടിക്കുന്നു. ഇറങ്ങി പോക്കാം. മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കുന്നതിന് ഒരു അതിരില്ലേടെ. കൊൽക്കട മൂട്. ഒലക്കര മൂട്.